ഹലോ എവ്രിവൺ, മെക്കാനിക് ഡീസലിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തു സ്റ്റാർട്ടർ മോട്ടോർ നീക്കം ചെയ്യുന്നു, സ്റ്റാർട്ടർ മോട്ടോർ പൊളിക്കുന്നു, മാഗ്നറ്റിക് സ്വിച്ച് പരിശോധിക്കുന്നു, ആർമേച്ചർ പരിശോധിക്കുന്നു, കമ്മ്യൂട്ടേറ്റർ വൃത്തിയാക്കലും പരിശോധിക്കലും, കൂടാതെ ഫീൽഡ് കോയിലുകളുടെ കണ്ടിന്യൂറ്റി പരിശോധിക്കുന്നു. തുടർച്ചയായി ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓവർ റൺ ക്ലച്ച് പരിശോധിക്കുക, അവസാന കവറിന്റെ ഷാഫ്റ്റ് ബുഷസ് പരിശോധിക്കുക, സ്റ്റാർട്ടർ മോട്ടോർ കൂട്ടിച്ചേർക്കുക, പ്രകടനത്തിനായി സ്റ്റാർട്ടർ മോട്ടോർ പരീക്ഷിക്കുക, കൂടാതെ എഞ്ചിനിൽ സ്റ്റാർട്ടർ മോട്ടോർ ഘടിപ്പിക്കുക. ഈ പരിശീലനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സ്, യന്ത്രങ്ങൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനികളുടെ ടൂൾസ് കിറ്റ് 1, സോക്കറ്റ് സ്പാനർ സെറ്റ് 1, സ്റ്റാർ ഓർ സ്ക്രൂ ഡ്രൈവർ സെറ്റ് 1, സർക്ലിപ്പ് പ്ലെയർ 1, മൾട്ടിമീറ്റർ 1, ഗ്രൗളർ 1, വി ബ്ലോക്ക് 2, ഡയൽ ഗേജ് 1, പ്രവർത്തിക്കുന്ന എഞ്ചിൻ 1, വെർനിയർ കാലിപ്പർ 1, സ്പ്രിംഗ് ടെൻഷൻ ടെസ്റ്റർ 1, മണ്ണെണ്ണ ആവശ്യത്തിന്, ഗ്രീസ് ആവശ്യാനുസരണം, എമറി പേപ്പർ ആവശ്യാനുസരണം, ആക്സോ ബ്ലേഡ് ആവശ്യാനുസരണം, ക്ലീനിംഗ് ബ്രഷ് ആവശ്യാനുസരണം, കോപ്പർ ഓർ കാർബൈഡ് ബ്രഷ് ആവശ്യാനുസരണം. ഓവർ റണ്ണിംഗ് ക്ലച്ച്. ഈ ദിശയിൽ സ്വതന്ത്രമായി ഭ്രമണം ചെയ്യുന്നതിനായി റൺവേ ക്ലച്ച് പരിശോധിച്ച് മറുവശത്തേക്ക് ലോക്കപ്പ് ചെയ്യുക. പിനിയൻ അസാധാരണമായി തേയ്മാനം ഉണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യാനുസരണം മാറ്റിസ്ഥാപിക്കുക. ആർമേച്ചർ ഷാഫ്റ്റും ഡ്രൈവ് ആൻഡ് കവറും ബുഷും പരിശോധിക്കുക. 10 മില്ലിമീറ്റർ റോഡ് ഉപയോഗിച്ച് ബുഷ് ക്യാപ്പ് പുറത്തെടുക്കുക. ഡ്രൈവ് ബുഷിന്റെ ആന്തരിക വ്യാസം അളക്കുക. ഡ്രൈവ് അറ്റത്ത് ആർമേച്ചർ ഷാഫ്റ്റിന്റെ പുറം വ്യാസം അളക്കുക. ക്ലിയറൻസ് പരിധി കവിഞ്ഞാൽ ബുഷ് മാറ്റിസ്ഥാപിക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഉപകരണം ഉപയോഗിച്ച് ഡ്രൈവ് ഹൗസിംഗിൽ നിന്നും ബുഷ് ആർബർ പ്രസ് ഉപയോഗിച്ച് നീക്കം ചെയ്യുക. കമ്മ്യൂട്ടേറ്റർ അറ്റത്ത് ആർമേച്ചർ ഷാഫ്റ്റിന്റെ പുറം വ്യാസം അളക്കുക. ക്ലിയറൻസ് പരിധി കവിയുന്നുവെങ്കിൽ ബുഷ് മാറ്റിസ്ഥാപിക്കുക. ബുഷിൽ അനുയോജ്യമായ ടാപ്പ് ഉപയോഗിച്ച് ത്രെഡ് ചെയ്യുക. ടാപ്പിന്റെ അവസാനം ഫ്രെയിമിന്റെ അടിയിലെത്തുമ്പോൾ അത് കൂടുതൽ ശക്തമാക്കുക. ബുഷ് പുറത്തുവരും. ആർബർ പ്രസ്സിൽ പ്രസ് ഫിറ്റായി പുതിയ ബുഷ് ഘടിപ്പിക്കുക. ആർമേച്ചർ ഷാഫ്റ്റിനും ബുഷിനുമിടയിൽ 0.05 മില്ലിമീറ്റർ ഓയിൽ ക്ലിയറൻസ് ലഭിക്കുന്നതിന് ബുഷ് ഉള്ളിലെ ഉപരിതലം റീം ചെയ്യുക. അസംബ്ലി. ഗ്രീസ് പുരട്ടുക. കാണിച്ചിരിക്കുന്നത് പോലെ ഓവർ റണ്ണിംഗ് ക്ലച്ച് ആർമേച്ചർ ഷാഫ്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ആർമേച്ചർ ഷാഫ്റ്റിൽ റിയർ സ്റ്റോപ്പ് കോളർ ചേർക്കുക. ആർമേച്ചർ ഷാഫ്റ്റിൽ ഒരു സർക്ലിപ്പ് തിരിക്കുക. ആർമേച്ചർ ഷാഫ്റ്റിൽ ഫ്രണ്ട് സ്റ്റോപ്പ് കോളർ ചേർക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ 2 പ്ലെയറിന്റെ സഹായത്തോടെ അമർത്തുക. ഡ്രൈവ് ലിവറിൽ ഗ്രീസ് പുരട്ടുക. ആർമേച്ചറുമായി ഇത് കൂട്ടിച്ചേർക്കുക. യോക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഡ്രൈവ് ഹൗസിംഗ് ഉപയോഗിച്ച് അവയെ കൂട്ടിച്ചേർക്കുക. യോക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. സ്പ്രിങ്ങുകൾ ഉപയോഗിച്ച് 4 സെറ്റ് ബ്രഷുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ബ്രഷ് ഹോൾഡർ കവർ ഇൻസ്റ്റാൾ ചെയ്യുക. കാണിച്ചിരിക്കുന്നത് പോലെ ഗ്രീസ് പുരട്ടി കമ്മ്യൂട്ടേറ്റർ എൻഡ് ഹൗസിംഗ് ഇൻസ്റ്റാൾ ചെയ്യുക. ആവശ്യമെങ്കിൽ മാഗ്നറ്റിക് സ്വിച്ചും അതിന്റെ ബൂട്ടും പുതിയൊരെണ്ണം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക. പ്ലഞ്ചറിന്റെ ഹുക്കിൽ ഗ്രീസ് പുരട്ടുക. ഡ്രൈവ് ലിവർ ഉപയോഗിച്ച് സ്വിച്ച് പ്ലഞ്ചർ ഹുക്ക് ചെയ്യുക. നട്ട്സ് ഉപയോഗിച്ച് സ്വിച്ച് അസംബ്ലി ഉറപ്പിക്കുക. ലീഡ് വയറുകൾ ബന്ധിപ്പിക്കുക. പ്രകടന പരിശോധനയും റീമൗണ്ടിങ്ങും. പുൽ ഇൻ ടെസ്റ്റ്. സ്റ്റാർട്ടർ മോട്ടോർ വൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡിൽ പിടിക്കുക. ഫ്ലഡ് കോയിൽ ടെർമിനൽ വിച്ഛേദിക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ ടെസ്റ്റ് ലീഡ്, സ്വിച്ച്, ആമീറ്റർ, വോൾട്ട് മീറ്റർ എന്നിവ ബന്ധിപ്പിക്കുക. സ്വിച്ച് പ്രവർത്തിപ്പിച്ച് തകരാർ പരിഹരിച്ചില്ലെങ്കിൽ പിനിയൻ അല്ലെങ്കിൽ ഓവർ റണ്ണിംഗ് ക്ലച്ച് പുറത്തേക്ക് ചാടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഹോൾഡ് ടെസ്റ്റ്. ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ലീഡ് നീക്കം ചെയ്യുക അല്ലെങ്കിൽ വിച്ഛേദിക്കുക. മാഗ്നറ്റിക് സ്വിച്ചിന്റെ തകരാർ പരിഹരിച്ചില്ലെങ്കിൽ പിനിയൻ പുറത്താണോ എന്ന് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ അത് മാറ്റിസ്ഥാപിക്കുക.
പിനിയൻ റിട്ടേൺ ടെസ്റ്റ്. സ്വിച്ച് വിച്ഛേദിക്കുക. പിനിയൻ വേഗത്തിൽ ഉള്ളിലേക്ക് മടങ്ങുന്നുവെന്ന് ഉറപ്പാക്കാൻ പരിശോധിക്കുക. നോ ലോഡ് പെർഫോമൻസ് ടെസ്റ്റ്. കാണിച്ചിരിക്കുന്നത് പോലെ ബാറ്ററി ലീഡുകൾ ബന്ധിപ്പിക്കുക. ബാറ്ററി ടെർമിനലിൽ നിന്ന് സോളിനോയിഡ് സ്വിച്ച് ടെർമിനലിലേക്കും രണ്ടാമത്തെ ബാറ്ററി സ്റ്റാർട്ടിംഗ് മോട്ടറിലേക്കും നയിക്കുന്നു. സോളിനോയിഡ് സ്വിച്ച് പ്രവർത്തിപ്പിച്ച് പിനിയൻ പുറത്തേക്ക് നീക്കിയാൽ സ്റ്റാർട്ടിംഗ് മോട്ടോർ പരാജയപ്പെടാതെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. വാഹനത്തിൽ സ്റ്റാർട്ടർ മോട്ടോർ അതിന്റെ സ്ഥാനത്ത് വയ്ക്കുക. മൗണ്ടിംഗ് ബോൾട്ടുകൾ ഉറപ്പിക്കുക. സ്റ്റാർട്ടർ മോട്ടോർ ടെർമിനലുകളിലേക്ക് ബാറ്ററി കേബിളും മാഗ്നറ്റിക് സ്വിച്ച് ലീഡ് വയറുകളും ബന്ധിപ്പിക്കുക. ബാറ്ററിയിലേക്ക് നെഗറ്റീവ് ലീഡ് ബന്ധിപ്പിക്കുക. വാഹനം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടർ മോട്ടോറിന്റെ പ്രവർത്തനം പരിശോധിക്കുക. ഈ വീഡിയോയിൽ ഓവർറൺ ക്ലച്ച് എങ്ങനെ പരിശോധിക്കുക, എൻഡ് കവറിന്റെ ഷാഫ്റ്റ് ബുഷുകൾ പരിശോധിക്കുക, സ്റ്റാർട്ടർ മോട്ടോർ കൂട്ടിച്ചേർക്കുക, പ്രകടനത്തിനായി സ്റ്റാർട്ടർ മോട്ടോർ പരീക്ഷിക്കുക, എഞ്ചിൻ സ്റ്റാർട്ടർ മോട്ടോർ ഫിറ്റ് ചെയ്യുക എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഈ ആശയങ്ങൾ വരാനിരിക്കുന്ന സെഷനുകളിൽ വിപുലമായ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ അടിത്തറയായി വരും. നിങ്ങളുടെ ക്ഷമയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.